ഫസ്റ്റ് നിങ്ങളിപ്പം നിങ്ങളുടെ കോളേജ് കഴിഞ്ഞു, ഐ മീൻ രണ്ടുപേരും കണ്ണൂരാണ് പഠിച്ചത്. ഫാഷൻ ഓൾസോ നിങ്ങൾ നിഫ്റ്റിലാണ് പഠിച്ചത്. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഫാഷൻ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ണൂർ പഠിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നെങ്കിൽ മീൻസ് FTIയിൽ പോകും, ഇല്ലെങ്കിൽ മീൻസ് അങ്ങനെ പുറത്തെ ഓപ്ഷൻസ് ആണ് ചൂസ് ചെയ്യുക, കുറച്ചും കൂടി ഒരു മോർ എക്സ്പോഷർ. അപ്പോൾ നിങ്ങളത് കണ്ണൂർ ചൂസ് ചെയ്തു. അതെനിക്ക് തോന്നുന്നത് കണ്ണൂരുകാരുടെ ഒരു സ്പെഷ്യൽ സ്നേഹമാണോ എന്ന് എനിക്കറിയില്ല. കണ്ണൂർ ചൂസ് ചെയ്തു. കണ്ണൂർ തന്നെയുള്ള നമ്മളുടെ കൈത്തിരി, നമ്മുടെ ഹാൻഡ്ലൂം അല്ലേ, അവിടെ തന്നെ എന്താണ് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുക. എല്ലാവരും എപ്പോഴും ഭയങ്കര കംപ്ലൈന്റ് ആണ്, നമ്മുടെ നാട്ടിലെ യങ്സ്റ്റേഴ്സ് പുറത്തേക്ക് പോകുന്നു. ഇത് അവരുടെ നാട്ടിൽ അവരുടെ സ്പേസിൽ തന്നെ ഒരു അല്ല ഓൺടർപ്രണേഴ്സ് ആയിട്ട് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ ഒരു ഐഡിയ എങ്ങനെയാ വന്നത്? ലൈക്ക് ലെറ്റ്സ് ഡു സംതിങ് ഫോർ കണ്ണൂർ, നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളത്. അത് കോളേജിൽ കുറച്ച് കഴിഞ്ഞിട്ടാ വന്നത്. ഇനീഷ്യലി കണ്ണൂർ സ്പിരിറ്റ് ആണ്. അതായത് എല്ലാവരുടെയും സെന്റേഴ്സ് ഉണ്ട്. ഇപ്പൊ 15 സെന്റേഴ്സ് ഓൾ ഇന്ത്യ മോർ ദാൻ 15 സെന്റേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് റാങ്ക് വൈസ് ആണ് എടുക്കേണ്ടത്. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, നമ്മള് ഓറിയന്റേഷന് പോയ സമയത്ത് നമുക്ക് റാങ്ക് വൈസ് ഇങ്ങനെ ഡൽഹി, മുംബൈ എവിടെയാണ് സെലക്ട് ചെയ്യുക. അപ്പൊ എന്റെ റാങ്ക് വന്ന് ക്യാമ്പസ് അല്ല, സിറ്റുവേഷൻ അല്ല, ഇന്റർവ്യൂ റൗണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാ ക്യാമ്പസിലും സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പം എനിക്ക് അവിടുത്തെ ഇരിക്കുന്ന മാം ചോദിച്ചു, ആര് ഷുവർ ഇവിടെ തന്നെയാണോ വേണ്ടത്, അവിടെ ബാക്കി മെയിൻ ക്യാമ്പസസിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മാം ഇവിടെ തന്നെയാണ് വേണ്ടത്. അങ്ങനെയാണ് അവിടെ എടുക്കുന്നത്. അവിടെ എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് പഠിക്കാന്നുള്ള ഒരു സാധനം ഉണ്ട്. പിന്നെ പാരന്റ്സിനും മോള് നാട്ടിൽ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. പപ്പ ഇവിടെ ഉണ്ടായിട്ടില്ല. പപ്പ വിളിച്ചിട്ട് വെച്ച് പോണോ, ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, ബാംഗ്ലൂർ പോണോ, കണ്ണൂർ തന്നെ പോണം. നേരെ ഓപ്പോസിറ്റ് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പപ്പ വിളിച്ചിട്ട് ഉമ്മ ഉണ്ടായി. ഉമ്മ ചോദിച്ചു നിനക്ക് ഉറപ്പല്ലേ? ഞാനാണെങ്കിൽ 12th കഴിയാതെ നിൽക്കുന്നത്. ഞാൻ ആക്ച്വലി മലപ്പുറം കണ്ണൂർ കോമ്പിനേഷൻ. പപ്പ മലപ്പുറം, ഉമ്മ കണ്ണൂർ. അപ്പം മലപ്പുറത്ത് നിന്ന് എങ്ങനെയെങ്കിലും ചാടിയിട്ട് കണ്ണൂരേക്ക് വരാനുള്ള ഫുൾ പ്ലാനിലാണ് ഞാൻ നിന്നത്. അപ്പൊ നിഫ്റ്റി കയറലായിരുന്നു എന്റെ ഒരു ലക്ഷ്യം, കണ്ണൂര് നിൽക്കാൻ വേണ്ടിട്ട്. അതന്നെ ഈ പറഞ്ഞ നമ്മുടെ രണ്ടാള് പാരന്റ്സിനും, എന്റെ പാരന്റ്സിന് ഇതായിരുന്നു, ഇവളെ പാരന്റ്സിനെ കണ്ണൂര് നിക്കണം. എന്റെ പാരന്റ്സ് വിളിച്ചിട്ട് വേണോ കണ്ണൂര് വേണോ, ബാംഗ്ലൂര് പോയിക്കൂടെ, അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് അതെല്ലാം അതായത് എന്തോ ഒരു ഫ്ലോയില് വന്ന പോലെ തോന്നിയത്. കാരണം ഞങ്ങൾ രണ്ടുപേരും സെയിം ബാച്ചിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പം, സെക്കൻഡ് ഇയറിലാണ് ആക്ച്വലി നമ്മൾ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് ഇയർ നമ്മൾ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. അപ്പൊ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് പ്രൊജക്ട്സ് ഒക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരു കോമ്പിനേഷൻ, നമ്മൾ രണ്ടുപേരും നാട്ടിൽ തന്നെ ആയതുകൊണ്ട് ബാക്കി എല്ലാവരും ഓരോ സ്ഥലത്ത് വെക്കേഷന് പോകുമല്ലോ. അപ്പൊ നമ്മളങ്ങനെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമുക്ക് കണ്ണൂർ ടൂറിസത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്താലോ, കണ്ണൂർ മറ്റേ എവിടെയല്ല കണ്ണൂർ റിലേറ്റഡ്. നമ്മൾ DTPCയിലൊക്കെ പോയിട്ടോ. കണ്ണൂർ കളക്കുന്നൊരു അടിപൊളിയായിരുന്നു. നല്ല മീർ മുഹമ്മദ് അലി. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി ഗ്രാജുവേഷൻ പ്രൊജക്ട് ചെയ്യുന്നതും ഒന്ന് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയിലും ഒന്ന് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രിയിലും. അത് രണ്ടും ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആക്ച്വലി പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ബ്രാൻഡ് തുടങ്ങിയത്. മേ ബി നമ്മൾ ഗ്രാജുവേഷൻ പ്രൊജക്ട് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മളൊരു പക്ഷേ ഇപ്പോൾ ഇവിടെ ഇരിക്കില്ലായിരുന്നു. കാരണം ആ ഒരു പ്രൊജക്റ്റിലാണ് നമ്മളൊരു 6 years എൻറ്റയർലി നമ്മൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഒന്നും കൂടി റിയലൈസേഷൻ വന്നത്. അതിന് മുന്നേ നമ്മളിങ്ങനെ പറയും കണ്ണൂർ നിഫ്റ്റ് എന്തിനാ കണ്ണൂർ വന്നതെന്നൊക്കെ പറയും നമ്മൾ ക്ലാസ്സിലെ കുട്ടികൾ വന്നിട്ട്. കാരണം കൊച്ചി, ട്രിവാൻഡ്രം, കേരള ക്യാമ്പസ് ഒബ്വിയസ്ലി അവിടെ എവിടെയെങ്കിലും വരേണ്ടതാണല്ലോ. അപ്പൊ ഈ കണ്ണൂരിൽ ഈ കൈത്തറി ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം ഉള്ളതുകൊണ്ടാണ് കണ്ണൂർ ക്യാമ്പസ് അവിടെ വരുന്നത്. അപ്പോ നമ്മൾ ഓക്കെ അതുകൊണ്ടാണല്ലേ എന്നല്ല നമ്മൾ വന്നേരം റിയലൈസ് ചെയ്യുന്നത്. പിന്നെ അവർക്കും ഇപ്പൊ നമ്മൾ വീവേഴ്സിലെല്ലാം പോയാൽ നമുക്ക് എല്ലാ ഇയേഴ്സും ഇപ്പം ടെക്സ്റ്റൈൽ ഉണ്ട്, ഫാഷൻ ഡിസൈനിങ്, എല്ലാവർക്കും ക്രാഫ്റ്റ് റിലേറ്റഡ് പ്രോജക്ട്സ് ഉണ്ട്. അപ്പം പിള്ളേർ പോവും, അവിടുന്ന് എന്തെങ്കിലും വർക്ക് ചെയ്യും, പോരും. അപ്പൊ അവരെന്നെ ചോദിക്കും നിങ്ങൾ വന്നിട്ട് നമുക്കെന്താ? ലൈക്ക് അത് ശരിയാണ്. അതായത് നമ്മളവിടെ പോകുന്നു, നമ്മൾ ബെനിഫിറ്റ്സേ നോക്കുന്നുള്ളൂ. നമുക്ക് ചെയ്യണം, ഇറങ്ങണം, പോകണം, മാർക്ക് കിട്ടണം, ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം അതായത് ഈ പ്രോജക്ട്സ്, ക്ലസ്റ്റർ പ്രോജക്ട്സ് വെക്കുന്ന അല്ലെങ്കിൽ ക്രാഫ്റ്റ് ബേസ്ഡ് പ്രോജക്ട്സ് കോളേജിൽ വെക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്, വീവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ. അവർക്ക് വേണ്ടിയിട്ട് ലൈക്ക് സ്റ്റുഡൻസിലൊരു ഇത് വരുമല്ലോ, ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതൊക്കെ കിട്ടാനും പിന്നെ അവരെ ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ. അപ്പം
പക്ഷെ അതിനുള്ള ബെനിഫിറ്റ്സ് ഒന്നും അവർക്ക് സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. അത് അവരെ എപ്പോഴും ചോദിക്കുന്നത് ഇവര് പിള്ളേർ വന്നിട്ട് അല്ല ഈ അതിനൊരു ചേഞ്ച് ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞേ, ഇപ്പൊ ഇനീഷ്യലി നിങ്ങൾ പോയപ്പോഴേ അല്ല ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രിന്റ് വേണം അല്ലെങ്കിൽ ഇത് സംഭവം ഇങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോ അവര് തന്നെ ചോദിക്കുന്നില്ലേ മോളെ ഇതൊക്കെ? അപ്പൊ ആ ഒരു അവർക്ക് അത് അവരുടെ ഒരു എക്സ്പെക്ടേഷൻ ഇപ്പം ഇതൊരു ഒരു സക്സസ്ഫുൾ ബിസിനസ് മോഡൽ ആയപ്പോൾ ഉള്ള അവരുടെ ഒരു ചേഞ്ച് മേ ബി അവരെ മീൻസ് ഈവൻ മേ ബി ഫാമിലി വൈസ് അവർക്ക് ഒരു അപ്ഗ്രേഡ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? കാരണം ഒരു നോർമൽ സാധനം തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് അത് അവരെ ഗൈഡ് ചെയ്യാനും അവരെ ഒരു ഗ്ലോബൽ സിനാരിയോയിലേക്ക് മാറ്റാനും നിങ്ങൾ അതിന് നിമിത്തമായി എന്ന് പറയാം. അപ്പോൾ ഇപ്പൊ അവരുടെ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്താണ് നിങ്ങൾ കാണുമ്പോൾ? അവര് ഭയങ്കര ഹാപ്പിയാണ്. അതായത് നമ്മളുടെ സാധനല്ലേ ഇപ്പൊ മമ്മൂക്ക് ഇട്ടത്, അപ്പൊ നിങ്ങൾ അതെല്ലാം ചെയ്ത് നമുക്ക് ഭയങ്കര സന്തോഷായി. അവരിത് സ്ഥിരമായിട്ട് എത്രയോ കാലമായിട്ട് പണിയെടുക്കുന്നു. അപ്പൊ ഞങ്ങള് വന്നതിന് ശേഷം ഞങ്ങള് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഈ ഷർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ പയ്യനൊരു ബാലൻസറിനെ ഇങ്ങനെ കാണിച്ചെടുക്കുന്ന ഖാദിയുടെ. സാർ പറഞ്ഞു ഇത് കൊള്ളാല്, ഇതിനെ കൊണ്ട് ഇങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ, എന്നാൽ എനിക്കൊരു ഷർട്ട് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഷർട്ട് ആദ്യം ചെയ്യുമ്പോൾ സാറിന് ഒരു പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഞാൻ സാർ ഈ റീല് കണ്ടോന്ന് പറഞ്ഞിട്ട് സാറിന് അയച്ചെടുത്തു. എന്തിനാ ഇതെന്റെ ഷർട്ട് അല്ലേ, നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയതല്ലേ. അപ്പൊ അവർക്കും അവരുടെ ഒരു സാധനം ഒരു മമ്മൂക്കനെ പോലുള്ള ഒരു വ്യക്തി ഇടുക, അങ്ങനെയുള്ള ഒരു ഹാപ്പിനെസ് അവർക്കും കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റോറിയെല്ലാം ഷെയർ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാരെല്ലാം ഈ നമ്മളെന്തെങ്കിലും സ്റ്റോറി ഒന്ന് അയച്ചൊരു വീഡിയോ അയച്ച അവരുടേതായ അവരെ സാധനം എന്നുള്ള രീതിക്ക് ആ ഒരു പ്രൈഡിൽ തന്നെയാണ്. ഇപ്പൊ വേറെ ഒരു ഒരു ചേട്ടനുണ്ട്, അവരാണെങ്കിലും എന്താന്ന് ഞാനെപ്പോഴും പറയും നിങ്ങളെ കുറിച്ച്, ഞാൻ എവിടെയെങ്കിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോ നിങ്ങളെ കുറിച്ചാ പറയല്. അവർക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്.